തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ശേഷം കാലുമാറുന്നവർക്ക് പൂട്ടിടുകയാണ് തൃശൂർ DCC. ജില്ലയിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ കൂറുമാറില്ലെന്ന് ഉറപ്പു നൽകാതെ കൈപ്പത്തി ചിഹ്നം ലഭിക്കില്ല. മുദ്രപത്രത്തിൽ സത്യവാങ്മൂലം എഴുതി നൽകാൻ നീണ്ട നിരയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ DCCയിൽ കണ്ടത്. കാണാം, കരാറുണ്ട്, കാലുമാറരുത്. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് പിന്നാലെ മറ്റു സംസ്ഥാനങ്ങളിൽ പല കുറി റിസോർട്ട് രാഷ്ട്രീയം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. തങ്ങളുടെ MLA-മാരെ റിസോർട്ടിൽ പാർപ്പിച്ച് പിന്നീട് സർക്കാർ രൂപീകരിക്കുന്നു. മറുകണ്ഠം ചാടാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ റിസോർട്ടിൽ പാർപ്പിക്കുന്നത്. ഇതിന് ഇപ്പോൾ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ തൃശ്ശൂരിലേക്ക് വരണം. ഇവിടെ തൃശ്ശൂർ DCC ഒരു സത്യവാങ്മൂലം എഴുതി വാങ്ങുന്നു. വിജയിച്ച ശേഷം പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടി മറുകണ്ഠം ചാടില്ല എന്നതാണ് സത്യവാങ്മൂലം. സീറ്റ് വിഭജനം കോൺഗ്രസിന് തൃശൂരിൽ പലപ്പോഴും കീറാമുട്ടിയായിരുന്നു. ഇക്കുറി കാര്യമായ പ്രശ്നങ്ങളില്ലാതെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനായി. DCC അധ്യക്ഷനെ ഉപരോധിച്ചുള്ള പ്രതിഷേധവും DCCക്കകത്തെ മുദ്രാവാക്യം വിളികളും കണ്ണീരും കരച്ചിലുമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും കാര്യമായി വിമതറില്ലാത്തതാണ് കോൺഗ്രസിന് ഇക്കുറി നേട്ടമാകുന്നത്. പൊതുവായ ഒരു ലക്ഷ്യത്തിലേക്ക് കോൺഗ്രസ് നീങ്ങുമ്പോൾ ജനങ്ങളും വോട്ടർമാരും ആ അടയാളത്തിനാണ് പ്രാമുഖ്യം കൽപ്പിക്കുക. കാരണം എന്താ വെച്ചാൽ ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ളൊരു പൊതുവികാരമുള്ളതുകൊണ്ട് ആ വികാരത്തെ മനസ്സിലാക്കിക്കൊണ്ട് അത് ഏത് പാർട്ടിയാണ് നല്ലതെന്ന് തോന്നുമ്പോൾ അവിടെ വ്യക്തിയല്ല അടയാളമാണ് വരുന്നത്. അതുകൊണ്ട് ആ ചിഹ്നത്തിലേക്ക് വോട്ടർമാർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. അതുകൊണ്ട് കോൺഗ്രസ് അത് മെച്ചമാവും. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് എന്താകും സ്ഥിതി എന്നതിൽ ആശങ്കയുണ്ട് നേതൃത്വത്തിന്. അതുകൊണ്ട് തന്നെ ഒരു മുഴം നീട്ടിയെറിഞ്ഞു DCC. കൂറുമാറില്ലെന്നുറപ്പ് നൽകി 50 രൂപയുടെ മുദ്രപത്രത്തിൽ സത്യവാങ്മൂലം തയ്യാറാക്കി സ്ഥാനാർത്ഥി ഒപ്പിട്ട് DCC ഓഫീസിൽ നൽകിയാൽ മാത്രമേ ചിഹ്നം അനുവദിച്ചുള്ള കത്ത് നൽകൂ. പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ ലഭിക്കാൻ മുന്നണി മാറി വോട്ട് ചെയ്യുന്ന രീതി വ്യാപകമായതോടെയാണിത്. ഇതിനു പുറമെ കോൺഗ്രസ് മുഖപത്രത്തിന്റെ ഒരു വർഷത്തെ വരിസംഖ്യയും അടയ്ക്കണം. പാർട്ടി പത്രം ഇതിന് മുമ്പും ഇതുപോലെ തന്നെ സ്ഥാനാർത്ഥികളെ പാർട്ടി പത്രത്തിന്റെ വരിക്കാരായില്ലെങ്കിൽ വരിക്കാരാവണമെന്നുള്ളൊരു നിർദ്ദേശം കൊണ്ടുവന്നിരുന്നു. അത് മുമ്പുള്ളതാണ്, ഇപ്പോഴും ആവർത്തിക്കുന്നു. മറ്റുള്ളതെന്ന് വെച്ചാൽ ഈ മുദ്രപത്രത്തിൽ എഴുതി വാങ്ങിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ചില സ്ഥലങ്ങളിൽ ജയിച്ചു കഴിഞ്ഞാൽ അതുവരെ കോൺഗ്രസ് ആയിട്ട് നിൽക്കുകയും ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ചേരിയിലേക്ക് മാറി പ്രസിഡന്റ് ആവുക 6 മാസത്തേക്ക്, അത് കഴിഞ്ഞാൽ പിന്നെ തിരഞ്ഞെടുപ്പിനെ നേരിടുക, ആ രീതിയിലേക്കൊക്കെ ഉള്ളൊരു മാറ്റം ചില സ്ഥലങ്ങളിൽ കാണാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു അനുഭവം കോൺഗ്രസിനെ പല ഘട്ടങ്ങളിലും പല പഞ്ചായത്തുകളും തന്നെ ഇല്ലാതാക്കിയിട്ടുണ്ട്. ജയിച്ച ശേഷം പലയിടങ്ങളിലും അധികാരത്തിന് വേണ്ടി മറുകണ്ഠം ചാടുന്നത് ഭരണസമിതി രൂപീകരണത്തിന് തടസ്സമാകുന്നു എന്ന് കണ്ടാണ് കോൺഗ്രസ് നീക്കം. തൃശൂർ കോർപ്പറേഷനിൽ കോൺഗ്രസിന് ഭരണം നഷ്ടമായതും മാറി ചിന്തിക്കുന്നതിന് ഇടയാക്കിയിട്ടുണ്ട്. 24 സീറ്റ് UDFനും 24 സീറ്റ് LDFനും എന്നതായിരുന്നു കോർപ്പറേഷനിലെ കഴിഞ്ഞ തവണത്തെ കക്ഷിനില. പക്ഷേ കോൺഗ്രസ് വിമതനായി ജയിച്ച MK വർഗീസിനെ മേയറാക്കി 5 വർഷം അധികാരം കൈപ്പിടിയിലൊതുക്കി LDF. വിമത നീക്കം ഇല്ലെങ്കിലും അധികാരമോഹികൾ മറുകണ്ഠം ചാടുമോ എന്ന ആശങ്കയിലാണ് DCC ചിഹ്നമനുവദിക്കാൻ സത്യവാങ്മൂലം തന്നെ എഴുതി വാങ്ങിയത്. തെരഞ്ഞെടുപ്പുകൾ ജനാധിപത്യത്തിന്റെ ഉത്സവമാണ്. അതിൽ ജയിച്ചു കയറുന്നത് ഒറ്റയ്ക്കുള്ള പ്രവർത്തനം കൊണ്ടല്ല, കൂട്ടായ അധ്വാനത്തിന്റെ ബലം കൊണ്ടാണ്. അങ്ങനെയുള്ളവർ വിജയത്തിന് ശേഷം കൂടുമാറുന്നത് അനുശാസ്യമാണോ എന്നത് സ്വയം ചിന്തിക്കുക. ഒപ്പം സത്യവാങ്മൂലം എഴുതി വാങ്ങേണ്ട അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തുന്നത് ദയനീയവുമാണ്. തൃശ്ശൂരിൽ നിന്നും സൂരജ് ജി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.